കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതി തോട്ടപ്പള്ളിയിൽ നടത്തി വരുന്ന സമരം ജൂൺ 10 4 വർഷം പിന്നിടുകയാണ്. 2021 ജൂൺ 10 ആരംഭിച്ച സമരമാണ്. ആലപ്പുഴ ജില്ലയിൽ നടക്കുന്ന കരിമണൽ ഖനനത്തിനെതിരെ തുടങ്ങിയ സമരമാണ് ഇവിടെ നടക്കുന്നത്. ആ വിഷയം ഇന്നും വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. തോട്ടപ്പള്ളി പൊഴിമുഖത്ത് നിന്നും ഇതിനകം ലക്ഷക്കണക്കിന് ടൺ മണലാണ് കടത്തിക്കൊണ്ടുപോയത്. ഓരോ വർഷവും ഇവിടുന്ന് ലക്ഷക്കണക്കിന് ടൺ മണൽ കടത്തിക്കൊണ്ടുപോയി. അതിനെ തുടർന്ന് തീരത്തെ നിരവധി വീടുകൾ, ഏകദേശം ഈ 4 വർഷ കാലയളവിൽ 600 പരം വീടുകൾ ഈ തീരദേശത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. തീരദേശം ഏക്കർ കണക്കിന് സ്ഥലം അത് കടൽ വിഴുങ്ങിപ്പോയിരിക്കുന്നു. കുട്ടനാട്ടിൽ ഈ ഖനനത്തെ തുടർന്ന് പൊഴിമുഖം നിരന്തരം തുറന്നു കിടന്നതിനെ തുടർന്ന് ഒപ്പുവെള്ളം കയറി കുട്ടനാട്ടിലെ കൃഷി നശിച്ചിരിക്കുന്നു. കഴിഞ്ഞ സീസണിൽ നിരവധി പാടശേഖരങ്ങളിൽ വിളഞ്ഞ നെല്ല് ഗുണനിലവാരമില്ലാതെ, അതായത് ഉപ്പുവെള്ളം കയറി വിളഞ്ഞ നെല്ലിന് ഗുണനിലവാരമില്ലാതെ അതെടുക്കാൻ മില്ലുകാർ, സംഭരിക്കാൻ മില്ലുകാർ തയ്യാറായില്ല. അതവിടെ കെട്ടിക്കിടന്നു. വിതയുടെ കാലത്ത് വിത്ത് മുളയ്ക്കാതെ പോയി. ഉപ്പിന്റെ അതിപ്രസരം പാടശേഖരങ്ങളിൽ ഉപ്പ് കയറിയതിനെ തുടർന്ന് വിത്ത് പോലും മുളയ്ക്കാത്ത സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത്തരം നിരവധി പാരിസ്ഥിതിക പ്രശ്നം ഉയർത്തുന്ന ഒരു സംഭവമാണ് ഈ കരിമണൽ ഖനനം. അതിപ്പോ തോട്ടപ്പള്ളിയിൽ 2020 മുതലാണ് ഈ പ്രദേശത്ത് ഖനനം തുടങ്ങിയത്. 2021 അന്ന് കോവിഡിന്റെ കാലത്താണ് ഈ ഖനനം തുടങ്ങിയത്. അന്ന് കോവിഡിന്റെ സമയത്ത് നമ്മൾ സമരം തുടങ്ങിയതാണ്. ഇവിടെ നടക്കുന്ന അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം ഇവിടെ തുടങ്ങിയിട്ട് 4 വർഷം പൂർത്തിയാകാണ്. 2021 ജൂൺ 10 ആ സമരം ആരംഭിക്കുന്നത്. നിരവധിയായ സമര പരിപാടികൾ ഇതിനകം ഇവിടെ സ്വീകരിച്ചു. അതിനെ തുടർന്ന് നിരവധി പ്രമുഖർ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാവണം ഇതിനെതിരെ CMRL എന്ന കമ്പനി ഇവിടുന്ന് കൊണ്ടുപോയ കരിമണൽ CMRL എന്ന കമ്പനിക്ക് അനധികൃതമായി കടത്തിക്കൊണ്ടുപോവുക ആയിരുന്നു. അതിൻ്റെ കോലാഹലങ്ങൾ നമ്മുടെ സമൂഹം പിന്നീട് അറിഞ്ഞു എന്നതാണ്. CMRL എന്ന കമ്പനി ഇവിടെ നടക്കുന്ന കരിമണൽ ഖനനത്തിന് അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാൻ ഭരണാധികാരികൾക്കും രാഷ്ട്രീയക്കാർക്കും അതേപോലെ ഉദ്യോഗസ്ഥർക്കും അങ്ങനെ നിരവധിയായ ആൾക്കാർക്ക് കോടിക്കണക്കിന് രൂപ കോഴ കൊടുത്തുകൊണ്ടാണ് ഈ ഖനനം ഇവിടെ നടത്തിപ്പോരുന്നത്. ഇത് മാത്രമല്ല, 2016 മുതൽ തോട്ടപ്പള്ളിയിൽ ഹാർബറിൽ നടന്ന ഖനനം, ഹാർബർ നിർമ്മാണവും അതിന്റെ പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട് 2016 മുതൽ തോട്ടപ്പള്ളി ഹാർബറിൽ വൻതോതിൽ മണലെടുത്തു. ആ മണൽ ഈ CMRL അഴിമതി എന്ന് പറയുന്നത് 2016 മുതലുള്ളതാണ്. മാസപ്പടി കേസ് നിലനിൽക്കുന്നത്, അതൊരു വസ്തുത ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. 2016 മുതൽ ഹാർബറിൽ നിന്നെടുത്ത കരിമണലിൽ നിന്നാണ് ഈ അഴിമതി തുടങ്ങുന്നത്. അതിന്റെ പണമാണ് ഇന്ന് മാസപ്പടി കേസായിട്ട് നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പൊ ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്ത് വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് മാസപ്പടി കേസ് CBI അന്വേഷിക്കേണ്ടതില്ല എന്നാണ്. CBI ആ കേസ് അന്വേഷിക്കേണ്ടതില്ല. അദ്ദേഹം പ്രതിയായ ഒരു കേസ്, അദ്ദേഹത്തിന്റെ മകൾ പ്രതിയായി നിൽക്കുന്ന ഒരു കേസ് CBI അന്വേഷിക്കേണ്ട എന്ന് പറയുന്നു. അപ്പോൾ മടിയിൽ കനമുള്ളവന് അപ്പോൾ എന്തൊക്കെയോ പേടിയുണ്ട്. അതാണ് CBI ആ കേസ് അന്വേഷിക്കേണ്ട എന്നുള്ള ഒരു സത്യവാങ്മൂലം ഇപ്പം അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ നാടിനെ നശിപ്പിക്കുന്ന ഒരു ഖനനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തോട്ടപ്പള്ളി പൊഴിമുറിച്ച് കാലങ്ങളായി കുട്ടനാട്ടിലെ അമിത ജലം, വർഷകാലത്തുണ്ടാകുന്ന ജലം കടലിലേക്ക് ഒഴുക്കുന്നത് അതൊരു സ്വാഭാവിക പ്രക്രിയയായിട്ട് പോകുന്ന സംഗതിയാണ്. ഇത്രമാത്രം വലിയ യന്ത്രസാമഗ്രികളോ ഒന്നും വേണ്ട. പൊഴി സാധാരണ രീതിയിൽ ഇവിടെ മുറിച്ചുകൊണ്ടിരുന്നത് സാധാരണക്കാരുടെ ആളുകൾ തൂമ്പയും മൺമട്ടിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്പൊ ആധുനിക കാലത്ത് വന്നപ്പോഴത്തേക്കും കുറെ വർഷങ്ങൾക്ക് മുൻപ്
JCB കൊണ്ടുവന്ന് മുറിക്കാൻ തുടങ്ങി. ചെറിയൊരു ചാല് കീറിയാൽ തന്നെ അവിടെ വരുന്ന അധിക ജലം, ആ ജലത്തിന്റെ ശക്തിയാൽ തന്നെ ഈ പൊഴി മുറിഞ്ഞ് വിസ്തൃതിയിൽ ജലം ഒഴുകിപ്പോകാവുന്ന സംഗതിയേ ഉള്ളൂ. ഇന്ന് കരിമണൽ ഖനനത്തെ മാത്രം മുൻനിർത്തിയാണ് ഈ ഖനനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ ഈ കൂട്ടിവെച്ചിരിക്കുന്ന മണൽ നിങ്ങൾക്ക് കാണാം. ഈ കൂട്ടിവെച്ചിരിക്കുന്ന മണൽ ഇനിയിപ്പോൾ ജൂൺ 19 നിലമ്പൂർ തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിന് ശേഷം ഈ മണൽ ഇവിടെ നിന്ന് നീക്കും. സമ്പുഷ്ടമായ കരിമണലാണ് ഈ കിടക്കുന്നത്. എത്രയോ കറുത്ത മണലാണ്. ഈ മണൽ ഇവിടുത്തേതല്ല. സത്യത്തിൽ ഇത് പല തീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നാണ് ഇവിടെ വന്നടിയുന്നത്. പുറക്കാട് പഞ്ചായത്തിന്റെയും അമ്പലപ്പുഴ വടക്ക്, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത്, തൃക്കുന്നൽപ്പുഴ, ആറാട്ടുപുഴ ഈ പഞ്ചായത്തുകളുടെ തീരപ്രദേശത്തെ മണലാണ് ഇവിടെ വന്നടിയുന്നത്. ഓരോ പ്രാവശ്യവും ഇവിടെ ഖനനം നടത്തുമ്പോഴത്തേക്ക് അവിടുത്തെ മണലാണ് ഇടിഞ്ഞ് കടലിന്റെ പ്രക്രിയ മൂലം, തിരകളുടെ പ്രക്രിയ മൂലം ഇവിടേക്ക് വന്ന് ഇത് വീണ്ടും അടിഞ്ഞ് ഈ തീരം അടഞ്ഞു പോകുന്നു. അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. ഖനനം തുടർന്നാൽ അടിക്കടി ഇതേപോലെ മണൽ ഇവിടെ നിന്ന് നീക്കിക്കൊണ്ടു പോയാൽ, കടത്തിക്കൊണ്ടു പോയാൽ ഈ ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകൾ, അമ്പലപ്പുഴ വടക്ക് തെക്ക് പഞ്ചായത്തുകൾ, പുന്നപ്ര പഞ്ചായത്തുകൾ, ഇതിന്റെ തീരദേശ മേഖല എന്നേക്കും ഇല്ലാതാകും. ഇപ്പോൾ തന്നെ പുന്നപ്ര പഞ്ചായത്തിൽ ഈ വർഷം, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ ഈ വർഷം നിരവധിയായ വീടുകൾ കടൽ കയറിപ്പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ഈ സമ്മേളനങ്ങൾ നടക്കുന്നു. ഒരു ശാസ്ത്ര സെമിനാർ നടക്കുന്നു. ജനകീയ സമര പോരാളികളുടെ സംഗമം നടക്കാൻ പോകുന്നു. വൈകുന്നേരം കരിമണൽ ഖനന വിരുദ്ധ സമരത്തോടൊപ്പം എന്നും ഉണ്ടായിരുന്ന മുൻ MP-യും മുൻ ആരോഗ്യമന്ത്രിയും ഒക്കെ ആയിട്ടുള്ള ശ്രീ VM സുധീരൻ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വലിയ സമ്മേളനം, 4ാം വാർഷിക സമ്മേളനം നടക്കാൻ പോകുന്നു. ഇതിന്റെ പശ്ചാത്തലമാണ് ഇപ്പോ ഇങ്ങനൊരു ഇന്റർവ്യൂ ഞാൻ 1-2 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു. ഈ കരിമണൽ ഖനനം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ആലപ്പാട് മുതൽ ആലപ്പുഴയുടെ തീരം വരെയും ഈ കരിമണൽ ഖനനം എന്ന് പറയുന്നത് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ വ്യാപനത്തിലൂടെ ആലപ്പാട് കൊല്ലം ജില്ലയിൽ നടന്ന കരിമണൽ ഖനന വിരുദ്ധ സമരം അവിടുത്തെ ഏകദേശം 70 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഇല്ലാണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ആലപ്പുഴയുടെ തീരത്ത് സമാനമായ തീരശോഷണം സംഭവിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ, എണ്ണിയാലൊടുങ്ങാത്ത കോടികൾ ചെലവഴിച്ചാണ് കിഴക്കൻ സഖ്യസാനുക്കളിലെ പാറ പൊട്ടിച്ച് ഈ കടലാക്രമണത്തെ നിരോധിക്കാൻ വേണ്ടിയുള്ള കടൽ ഭിത്തി കെട്ടിയത്. ഇന്ന് ഈ തീരത്ത് എവിടെങ്കിലും ആ കടൽ ഭിത്തിയുടെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് മുതലാളിമാർക്ക് വേണ്ടി, ഇവിടുത്തെ കരിമണൽ കർത്തായ്ക്കും അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ പൊതു മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കരിമണൽ കമ്പനികൾ, ആ കമ്പനികൾ കോടികൾ സമ്പാദിക്കുന്നുണ്ട്. മറിച്ച് ഇതിന്റെ പാരിസ്ഥിതിക ദുരന്തം, തീരദേശ ജനങ്ങൾ അനുഭവിക്കുന്ന ആവാസ വ്യവസ്ഥയുടെ നഷ്ടം, മത്സ്യസമ്പത്ത് പോലുള്ള പ്രകൃതി സമ്പത്തിന്റെ വിനാശം ഈ ആലപ്പുഴയുടെ തീരത്തെ സവിശേഷമായി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആലപ്പുഴയുടെ തീരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ സോയിൽ ഇറോഷൻ, സോയിൽ അക്രീഷനും സോയിൽ ഇറോഷനും, ഇത് രണ്ടും ഈ കടലിന്റെ 2 പ്രക്രിയ, തീരം വെക്കുക, തീരം എടുക്കുക, ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന. പക്ഷേ ആ സ്വാഭാവിക പ്രക്രിയയിൽ ഈ ഖനന നടപടികളിലൂടെ ഒരു സംഭവം ഇന്ന് നമ്മളുടെ തീരത്തില്ലാതായി. അത് കര വെക്കുക എന്ന് പറയുന്ന ആ പ്രതിഭാസം ഇല്ലാണ്ടായി. ഇപ്പോൾ സോയിൽ ഇറോഷനേ ഉള്ളൂ, അക്രീഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു ദുർബല തീരമായതുകൊണ്ട് ആലപ്പുഴയുടെ തീരത്ത് ഖനനം പാടില്ല എന്നത് കാലാകാലങ്ങളിൽ മാറി മാറി വന്ന ഭരണാധികാരികൾ, ശാസ്ത്ര സമൂഹത്തിന് പൂർണ്ണ ബോധ്യമുള്ളതും. അതുകൊണ്ടാണ് ആലപ്പുഴയിൽ 2004 അന്നത്തെ കരിമണൽ ഖനന വിരുദ്ധ സമരം വിജയം വരിച്ചത്. ഈ ഒരൊറ്റ അടിസ്ഥാനത്തിൽ ആലപ്പുഴയുടെ തീരം ദുർബലമാണ്. ഇവിടെ നിന്ന് മണലെടുത്താൽ സമുദ്രനിരപ്പിന് താഴെ കിടക്കുന്ന കുട്ടനാട് വെള്ളത്തിലാകും എന്നതടക്കമുള്ള വിഷയങ്ങളാണ്. ഇന്നിപ്പോൾ 23,000-ൽ പരം ഹെക്ടർ കൃഷിഭൂമി ഉപ്പുവെള്ളം കയറി മുടിഞ്ഞിരിക്കുകയാണ്.
കുടിവെള്ള സ്രോതസ്സുകളിലെല്ലാം ഓരുവെള്ളം കയറിയിരിക്കുന്നു. ഇന്ന് ഏറ്റവും ഒടുവിൽ ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം, അത് എത്രത്തോളം ശാസ്ത്രീയമാണെന്നറിയില്ല, എങ്കിലും ആദ്യം ഉണ്ടായ ഈ കപ്പൽ വിഴിഞ്ഞത്തു നിന്ന് പുറപ്പെട്ട കപ്പൽ മുങ്ങിയത് യഥാർത്ഥത്തിൽ ഈ പല്ലനയിൽ നിന്ന് നേരെ 10 നോട്ടിക്കൽ കിലോമീറ്റർ അപ്പുറത്താണ് ഈ കപ്പൽ മുങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ ഇവിടുത്തെ ഇപ്പൊ ഏകദേശം 56 ലക്ഷം ചതുരശ്ര മീറ്റർ മണ്ണാണ് ഇവിടെ നിന്ന് ഇതിനോടകം ഖനനം ചെയ്തത്. അപ്പോൾ അതുവഴി കടലിന്റെ ആഴം ക്രമാതീതമായി വർദ്ധിക്കുകയും ആ ക്രമാതീതമായി വർദ്ധിച്ച കടലാഴത്തിന്റെ മേൽ പലതരത്തിലുള്ള ചുഴികളും സമുദ്രജല പ്രവാഹങ്ങളിലുണ്ടായ വ്യതിയാനങ്ങളും എല്ലാം ഇത്തരത്തിൽ ഈ കണ്ടെയ്നർ ഷിപ്പ് മുങ്ങുന്നതിലേക്ക് നയിച്ചിരിക്കാം എന്നാണ് ശാസ്ത്ര സമൂഹം അത് പറയേണ്ടുന്ന ഒരു ഉത്തരവാണ്. അപ്പോൾ ഇത്തരത്തിൽ കടലിൽ ഒരു കാര്യം ഉറപ്പായി, ഈ മത്സ്യബന്ധനത്തിലൂടെ ഇനിയും ദശലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനം സാധ്യമാകാത്ത സാഹചര്യം ഉണ്ടായി. തീരത്ത് നിന്ന് ഇപ്പൊ ആയിരക്കണക്കിന് കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ ഖനനം വഴി തീരം നഷ്ടപ്പെട്ട അതിലൂടെ സ്വന്തം ആവാസഭൂമി നഷ്ടപ്പെട്ടവരെ സർക്കാർ ചെലവിൽ പുനർഗേഹം എന്ന് പറഞ്ഞുകൊണ്ട് 10 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് വിലയിട്ടുകൊണ്ട് അവരെ തീരത്ത് നിന്ന് മാറ്റുകയാണ്. അപ്പോൾ ഇതൊരു നിർബന്ധിത കുടിയൊഴിപ്പിക്കൽ തന്നെയാണ് എന്ന് വേണം കരുതാൻ. അപ്പോൾ ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? എന്നിട്ട് ഈ തീരത്ത് നിന്ന് ആവാസഭൂമി നഷ്ടപ്പെട്ട് പുനർഗേഹത്തിലൂടെ 10 ലക്ഷം രൂപ വിലയിട്ട് ഓരോ കുടുംബത്തെ ഈ തീരത്ത് നിന്ന് ആട്ടിപ്പായിക്കുമ്പോൾ ഈ തീരത്തൂടെ അദാനിക്ക് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ തീരദേശ ഹൈവേ ഉണ്ട്. ഇതാണ് വിചിത്രമായ സംഗതി. ജനങ്ങൾ നികുതിദായകരാണ്. ആ നികുതി പണമാണ് കോടാനുകോടിയായി ഖജനാവിൽ നിറയുന്നത്. ആ ഖജനാവിൽ നിറയുന്ന പണം ഇന്ന് മുതലാളിമാർക്ക് വേണ്ടി സമ്പൂർണമായും തുറന്നു കൊടുക്കുകയും ആ നികുതിദായകരായ ജനങ്ങളെ പെരുവഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ നവലിബറൽ ഭരണ നയം ഇന്ന് ചെങ്കൊടി പിടിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ സമ്പൂർണമായി ഗ്രസിച്ചിരിക്കുന്നു. ഇന്ന് അവർക്ക് തൊഴിലാളികളോ കർഷകരോ അവരുടെ പ്രശ്നങ്ങളോ വിഷയമല്ല. കേരളത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അവർക്ക് വിഷയമല്ല. മറിച്ച് അവർക്കിന്ന് വിഷയം ഈ വികസനത്തിന്റെ പേരിൽ ദേശീയപാതയിലൂടെ നമ്മുടെ നാടിനെ വെട്ടിമുറിക്കുന്നു. മറുവശത്ത് കുന്നുകൾ ഇടിച്ചു നിരത്തി മലകൾ പോലെ തീരത്ത് കൊണ്ടിടുന്നു. കടൽമണലും കരമണലും കരിമണലും എല്ലാം ഖനനം ചെയ്യുന്നു. ഇങ്ങനെ എന്തെല്ലാം നമ്മുടെ പരിസ്ഥിതിക്ക് എന്തെല്ലാം സംഭവിച്ചാലും അതിന്റെ താക്കീത് വയനാട്ടിലും കവളപ്പാറ മലപ്പുറത്തും ഒക്കെ പല പ്രകാരത്തിൽ പ്രകൃതി അതിന്റെ ദുരന്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനല്ല ഈ ഗവൺമെന്റ് തയ്യാറാകുന്നത്. മറിച്ച് ഈ ആസൂത്രിതമായ വിഭവ കൊള്ള നടത്തിക്കൊണ്ട് മുതലാളിമാരുടെ പാദസേവ ചെയ്യുകയാണ് ഈ സർക്കാർ. അതുകൊണ്ട് 4 വർഷം പിന്നിടുന്ന ഈ സമരം വിജയമാണ്. ഏതർത്ഥത്തിൽ ഈ സമരം മുന്നോട്ട് വെച്ച ആ വിഷയങ്ങൾ ഇന്ന് കേരള സമൂഹത്തിൽ സമ്പൂർണമായും കേരളത്തിന്റെ ഭൂമികയിൽ സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ സമരം എത്രത്തോളം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ സമീപകാല ദുരന്തങ്ങൾ. അതുകൊണ്ട് ഈ സമരം മുന്നോട്ട് വെക്കുന്ന ശാസ്ത്രീയ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് ഗവൺമെന്റ് ഇനിയെങ്കിലും ഈ കരിമണൽ ഖനന പദ്ധതി ഉപേക്ഷിക്കുക എന്ന നിലപാടിലേക്ക് എത്തണം എന്ന് പ്രത്യാശിക്കുന്നു. ഇനിയും സർക്കാരിന് തെറ്റുതിരുത്താൻ അവസരമുണ്ട്. ആ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അധികാരികളെ തെറ്റുതിരുത്തുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയായിട്ട് മാത്രം ഈ സമരത്തെ കാണണമെന്നാണ് വിനീതമായി പറയാനുള്ളത്. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനന വിരുദ്ധ സമരത്തിന് 4 വർഷം തികയുക. ശരിക്കും 4 വർഷമല്ല, 2001 തുടങ്ങിയ ഒരു സമരത്തിന്റെ തുടർച്ചയാണ്. 2001 തുടങ്ങിയ സമരം നമുക്കറിയാം. ഈ പ്രദേശത്തെ മണൽ വാരുവാൻ വേണ്ടി കുൽസിതമായ നീക്കങ്ങൾ നടത്തിയ കമ്പനികളാണ്. അതേ ആളുകൾ തന്നെയാണ് ഇപ്പോഴും ഈ കരിമണൽ ഖനനത്തിന് പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ IRELന്റെയും KMMLന്റെയും പ്രിൻസിപ്പൽ ബയർ എന്ന് പറയുന്നത്
CMRL-ആണ്. CMRL കമ്പനിയാണ് ഇതിന്റെ ഈ വിഷയത്തിൽ എപ്പോഴും ഒരു കേന്ദ്ര ബിന്ദുവായി മാറുന്നത്. ഇപ്പോ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം അവിടെയും CMRL പണം കൊടുത്തു, ചെയ്യാത്ത സേവനത്തിന് പണം കൊടുത്തു എന്നുള്ളതാണ് ആരോപണം. ഇന്നിപ്പോ തോട്ടപ്പള്ളിയിൽ ഖനനം നടക്കുന്നു. ആലപ്പുഴ ജില്ലയ്ക്ക് 24 പൊഴികളും, 24 പൊഴികളിൽ ഒരു പൊഴി മാത്രമാണ് തോട്ടപ്പള്ളി പൊഴി. ബാക്കി 23 പൊഴികളിലും ഖനനമില്ല, മണൽ നീക്കമില്ല. ഇവിടെ ഒരു അരിപ്പ വെച്ച് അരിക്കുന്നത് പോലെയാണ് ഇവിടെ മണൽ ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മേൽമണ്ണ് അഥവാ വെളുത്ത മണ്ണ് ഈയവരത്തും തോട്ടപ്പള്ളിയിലുമെല്ലാം വാരിയെടുത്തുകൊണ്ട് കരിമണൽ ഖനനത്തിനുള്ള ഫൈൻ പാർട്ടിക്കിൾസ് ഖനനം നടത്തുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സത്യത്തിൽ ഇവിടെ സിംഗിൾ പോണ്ട് ഡ്രെഡ്ജിംഗ് ആണ് നടക്കുന്നത്. ഇവിടെ 2014 തന്നെ 2013 തന്നെ ഇവിടെ ഖനനം തുടങ്ങി. ഇവിടെ തോട്ടപ്പള്ളി ഹാർബറിൽ വലിയഴിക്കൽ ഹാർബറിൽ നേരത്തെ തന്നെ ഖനനം തുടങ്ങി. അത് IREL കമ്പനിയാണ് അവിടെ ഖനനം നടത്തുന്നത്.